Okay, bye. Okay, bro. Meet you next time. Hey, don't make video, man. I didn't bath. Oh, no problem. Okay. Okay, bye. See you. Okay, take care. Okay. I will call. If you need anything, just call me up. I'll come like a Superman. Okay? Okay, bro. See you. Take care. Oh. ഇന്നിപ്പോൾ ഞാൻ പോകുന്നത് നമ്മളെ ധൻരാജ് ബ്രോ ഇല്ലേ, ധൻരാജ് ബ്രോയുടെ നാട്ടിൽ നിന്ന് കാർവാർ. അയ്യോ ജയ്സി നല്ലതാണ്. അപ്പോൾ കാർവാറിലേക്കാണ് പോകുന്നത്. കാർവാറിലേക്ക് ഇവിടുന്ന് ഭട്കൽ, ധൻരാജ് ബ്രോയുടെ നാട്ടിൽ നിന്ന് ഭട്കലിൽ നിന്ന് 121 കിലോമീറ്റർ ഉണ്ട്. ഈ 121 കിലോമീറ്റർ ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇന്നെന്തായാലും കാർവാർ എത്തണം. കാർവാർ എത്തിയിട്ട് പിന്നെ അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ കാർവാർക്ക് പോകുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ചങ്ങോട്ട് കിട്ടിയിട്ട് നിശ്ചയിക്കാനുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ മൊത്തം ബ്ലോക്കാണ് ഇവിടെ. ഇതിപ്പോൾ ടൗണാണ്. ഇപ്പം എൻ്റെ വോയിസ് തന്നെ നിങ്ങൾക്ക് കുറച്ച് ചെറുതായിട്ട് കേൾക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഈ ടൗണ് വിട്ട് കഴിഞ്ഞിട്ട് നിശ്ചയിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ വിചാരിച്ചാൽ പക്ഷേ നല്ല മഴ ഇവിടെ. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെരുമഴ പെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചെറുതായിട്ട് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറങ്ങി നടന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് അടുത്ത് വല്ല ബസ് സ്റ്റാൻഡിലേക്ക് പോകും നല്ലത്. കാരണം ഈ ഒരു മഴയത്ത് ഹിച്ചൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ പരിപാടിയല്ല. ഹിച്ചൈക്ക് ചെയ്യുന്നതുകൊണ്ടല്ല കുഴപ്പം. പിന്നെ ഹിച്ചൈക്ക് ചെയ്യണ സമയത്ത് അവിടെ ഇവിടെയൊക്കെ നിൽക്കും. അപ്പോൾ അവർ ചിലപ്പോൾ കയറ്റൂല നമ്മളെന്നെ. അപ്പോൾ അതുകൊണ്ട് ഹിച്ചൈക്ക് ചെയ്യാനുള്ള പരിപാടി ഞാൻ പ്ലാനിങ് മാറ്റിയിട്ടിരിക്കുക. ഇനി ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് വല്ല ബസ്സുണ്ടോ നോക്കി നോക്കണം. മെയിൻ റോഡിൽ നിന്ന് പിന്നെ ഇടുക്കിയല്ല, സോറി, ഗോവ പോകാൻ ഞാൻ പറഞ്ഞില്ല. ഗോവ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഗോവയിലേക്ക് ഇനിയിപ്പോൾ എങ്ങനെയാണ് അവിടുന്ന് പോവുക, ബസ്സുണ്ടോ അതോ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ. ഡയറക്റ്റ് എന്തായാലും പോകുന്നില്ല. ഞാനീ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലൊക്കെ സ്റ്റേ ചെയ്ത് അവിടെ കാണാനുള്ളതൊക്കെ കണ്ടിട്ടൊക്കെ പോകുന്നുണ്ടാവുള്ളൂ. ഇപ്പം എന്തായാലും ഇവിടുന്ന് മുരുടേശ്വരത്ത് ഞാൻ ഇറങ്ങി പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. സോറി, ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഭട്കൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ ഡയറക്റ്റ് മുംബൈ ഹൈവേ പിടിക്കണം. എന്നാലാണ് ഗോവ വഴി പോകാൻ പറ്റുള്ളൂ. ഹലോ, എനിക്കൊരു ചെറിയൊരു മണ്ടത്തരം പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുരുടേശ്വരത്ത് നിന്ന് ഭട്കലിക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഭട്കലിക്ക് വന്നിട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം മുരുടേശ്വരത്ത് നിന്ന് നേരെ അവിടെ നിന്ന് ഹിച്ച് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ എന്താ കാട്ടി അവിടെ നിന്ന് ഒരു 10-13 കിലോമീറ്റർ ഭട്കലിക്ക് വീണ്ടും റിട്ടേൺ വന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്നാണ് ഞാൻ മാപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും കിടന്ന് റിട്ടേൺ വരേണ്ട ആവശ്യം വന്നു. ചെറിയൊരു മണ്ടത്തരം, എൻ്റെ ഫോൾട്ടാണ്. അവസാനം നടന്ന് ഇതാ വെങ്കടപൂർ റിവർ എത്തി. ഒരു ചെറിയൊരു മഴ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എനിക്കിവിടെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ വേഗം എവിടെയെങ്കിലും കയറി നിൽക്കാനുള്ള വഴി നോക്കട്ടെ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് അടിക്കണം. എന്താ ഒരു ചേട്ടൻ അവിടെ നിന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ മുരുടേശ്വര ടെമ്പിളിൻ്റെ അവിടെ നിന്ന് കുംത്ത എന്ന സ്ഥലത്തേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് എനിക്ക് ബസ് കിട്ടി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് കാർവാറിലേക്ക് നേരിട്ട് ബസ്സില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുംത്തയിൽ വന്നിട്ട് ശേഷമാണ് നമുക്ക് അവിടെ നിന്ന് ബസ് മാറി കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കുംത്തയിൽ വന്നിട്ട് നമ്മൾ കാർവാർ വണ്ടി കയറി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പോകുന്ന സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ഈ ഒരു റൂട്ടിൽ നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുംത്ത ടു കാർവാർ ആ ഒരു ഗ്യാപ്പിലൊക്കെ. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഷിരൂർ എന്ന സ്ഥലം വരുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ സ്ഥലം കേൾക്കുമ്പോൾ തന്നെ ചെറിയൊരു സങ്കടം വരുന്ന പോലെ. കാരണം നമ്മുടെ അർജുൻ ഇങ്ങനെ മണ്ണിടിച്ചൽ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ചിന്തിച്ചില്ല. പക്ഷേ റോഡ് സൈഡിൽ കുറേ ഇങ്ങനെ മണ്ണ് വീണടക്കുന്നു. ഞാൻ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പുഴ പോലെ കാണുന്നത്. പിന്നെ ഏകദേശം നോക്കുമ്പോൾ കറക്റ്റ് ആ ഒരു സ്പോട്ട്. അപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് ഞാൻ എവിടെ എത്തി നോക്കി, ലൊക്കേഷൻ മാപ്പ് എടുത്തിട്ട് ഞാൻ ലൊക്കേഷൻ എവിടെ എത്തി നോക്കി കഴിഞ്ഞപ്പോൾ ഷിരൂർ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിന് മുന്നേ ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ആ ഒരു സ്ഥലം വീഡിയോ എടുത്ത് വെച്ചേനെ.
പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സൈഡിലാണ് ഇരുന്നതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അത് ഈ പോകുന്ന വഴിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ കാണാം. ഈ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കാണുന്ന വഴികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ചപ്പാണ്. ഇപ്പോൾ ഇവിടുത്തെ ഓരോ പുല്ലുണ്ടല്ലോ, ഈ പുല്ലൊക്കെ നല്ല കിളിപ്പച്ച കളറാണ്. നല്ല രസമാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാം, നേരിട്ട് കാണാൻ നല്ല രസമാണ്. ഞാൻ എന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് നോക്കിയത്, നിങ്ങൾക്ക് കാണാം, ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ അത് ആ ഒരു ഭംഗി നമുക്ക് എന്തായാലും കിട്ടുന്നില്ല. പക്ഷേ ഈ ഒരു റൂട്ട് എന്തായാലും നല്ല അടിപൊളിയാണെന്ന് എന്തായാലും കാണാം. അവസാനം എന്താ പറയുക, നമ്മുടെ റൂമിലേക്ക് എത്തി. ഇന്നിവിടെ സ്റ്റേ ചെയ്യാമെന്ന് വെച്ച്, കാരണം നാളെ രാവിലെ ഇറങ്ങണം. നാളെ രാവിലെ ഇറങ്ങിയിട്ട് നേരെ ഗോവ പിടിക്കാനുള്ള പരിപാടിയാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ നോക്കണം. അപ്പോൾ കുട്ടിച്ചോപ്പറുടെ പുതിയ ചെറിയ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഹിച്ചേക്കിയാണല്ലോ എവിടെ, കേരള ടു കാശ്മീർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ചെറിയ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ചുരുക്കുന്നു. ഓക്കെ, ബൈ.